ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് ഗോ 1 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 7300 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് ഗോ 1 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ഇപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. 7300 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. HD റെസൊല്യൂഷൻ ഓക്കെയാണ്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേയിൽ പഞ്ച്വൽ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഒന്നും കിട്ടാറില്ല. പക്ഷേ ഇതിൽ വരുന്നുണ്ട്. അപ്പം അത് ഹൈലൈറ്റ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡൈനാമിക് പോർട്ട് എന്നുള്ള ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് iPhone 15 സീരീസിൽ ഇതുപോലെ ആയിരിക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. ഡൈനാമിക് ഐലൻഡ് പോലുള്ള ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ്. അപ്പം അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡിസ്പ്ലേഡ് ആയിട്ട് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പഞ്ച്വൽ ഡിസൈനും 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം IP54 റേറ്റിംഗ് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഈ ഫോണിന്റെ സ്റ്റാർലൈറ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ ഗ്ലിറ്ററി വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പെർഫോമൻസിന്റെയും പ്രോസസറിന്റെ ഒക്കെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T615 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു 7300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രോസസറൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസറും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ ഫോണിന്റെ ബേസ് വേരിയന്റ് 4GB റാമും 64GB ഇന്റേണലൊക്കെയാണ് വരുന്നത്. LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അധികം ഫോണുകളിലൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കിട്ടാറില്ല. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. DT സൗണ്ടിന്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ സിംഗിൾ സ്പീക്കറെ നമുക്ക് ലഭിക്കാറുള്ളൂ. അപ്പം അതും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. 3.5 മോഡി ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള Go Edition സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. Go Edition എന്ന് പറഞ്ഞാൽ പ്രോസസർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റാം ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് ഒരു ലൈറ്റ് വെർഷൻ ആണ് കൊടുക്കാറ്. അതാണ് Go Edition. അത് ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഇത് വരുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ 13 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ തിരക്കുകളില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 15 വാട്ടിന്റെ ആണെങ്കിലും ഒരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വില വരുന്നത് 7299 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈനും 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റിന്റെ സപ്പോർട്ടും IP54 റേറ്റിംഗും അതുപോലെ തന്നെ IR ബ്ലാസ്റ്ററിന്റെ സപ്പോർട്ടും സ്റ്റീരിയോ സ്പീക്കേഴ്സും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് തന്നെയാണ്. അത് വിചാരിച്ചിട്ട് ബാക്കി ഫീച്ചേഴ്സിൽ എവിടെയെങ്കിലും കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ബാക്കി ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 7300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.